ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നിർമ്മലിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നന്ദ നിർമ്മലിനോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ഇനി തനിക്ക് ഗൗതമിനെ ഭർത്താവായിട്ട് വേണ്ട, പിങ്കി എടുത്തോട്ടെ ഗൗതമിനെ, എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വളർത്താൻ അറിയാം. അച്ഛനില്ലാതെ ഇത്രയും നാൾ എൻ്റെ കുഞ്ഞ് വളർന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എൻ്റെ കുഞ്ഞ് മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ വളർന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് നമ്മുടെ നന്ദ അങ്ങ് പോയി. നിർമ്മൽ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ഇന്ദീവരം തറവാടാണ്. ഇന്ദീവരം തറവാട്ടിൽ ലക്ഷ്മി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് മോഹിനി ഓടി വന്നിട്ട്, അതെ ലക്ഷ്മിയടുത്ത് ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? അവിടെ ഉണ്ടല്ലോ അരുന്ധതിയടുത്ത് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതെ, വീടിൻ്റെയൊക്കെ പ്രമാണമൊക്കെ ആണോന്ന്. ഏതായാലും ഇത് വീതം വെക്കാൻ തീരുമാനിച്ച് കാണും, അവരവർക്ക് അവരവരുടെ വീതം കൊടുക്കാൻ തീരുമാനിച്ച് കാണുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഒരു ഒറ്റ ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, ഇത് മോഹിനിയുടെ മനസ്സിലിരിപ്പല്ലേ മോഹിനി പറഞ്ഞത്. ദേ അതൊന്നും അല്ല നോക്കുന്നത്. എനിക്ക് തോന്നുന്നതേ വല്യടത്തി നോക്കുന്നത് വേറൊന്നുമല്ല, വല്യടത്തി പിങ്കിയുടെയും ഗൗതമിന്റെയും ജാതകം തമ്മിൽ നോക്കുമായിരിക്കും. അവരുടെ ജാതകം അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് തപ്പി കണ്ടുപിടിച്ച് അത് ജോത്സ്യന്റെ കയ്യിൽ കൊടുത്ത് വിവാഹത്തിനുള്ള ഡേറ്റ് കുറിപ്പിക്കുമായിരിക്കും എന്ന് പറഞ്ഞപ്പം, എന്തിനി വിവാഹം? അത് പിങ്കി വന്ന ഉടനെ വിവാഹം നടത്താനായിട്ട് അതിനെന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണുമായിരിക്കും. അരുന്ധതിയിടത്തിയുടെ ഉദ്ദേശങ്ങൾ അരുന്ധതിയിടത്തേക്കല്ലേ അറിയത്തുള്ളൂ. ഏതായാലും മോഹിനി മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ഇത്രയും നാളും അതിനുവേണ്ടി തന്നെയല്ലേ നീ പ്രയത്നിച്ചുകൊണ്ടിരുന്നത്, ഈ വീട് കീറി മുറിക്കാൻ. അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് നമ്മുടെ കനകമ്മയും അതിനോടൊപ്പം പവിത്രയും കൂടെ ഇറങ്ങി വരുന്നപ്പം കനകമ്മ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ പവിത്രയോട് കള്ളഗർഭം അഭിനയിക്കാൻ വേണ്ടി. അങ്ങനെ അതുമായിട്ടാണ് വരുന്നത്. അങ്ങനെ കനകമ്മ പറയാണ്, പവിത്ര കുഞ്ഞിന് നല്ല ഓക്കാനോ ഛർദിയുണ്ട്, ഒട്ടും വയ്യ, ഞാൻ ഇഞ്ചിനീരൊക്കെ പിഴിഞ്ഞു കൊടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോഹിനി പറഞ്ഞു, കണ്ടതും എല്ലാം കൂടെ വലിച്ചു വാരി കയറ്റിയല്ലേ. ഇവളല്ലെങ്കിലുവേ അരുണിനോട് വിളിച്ചു പറഞ്ഞ് ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇവള് തന്നെ ഇരുന്ന് വെട്ടിയിരുന്ന് കഴിക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാ മറ്റോ ഒരാൾക്ക് പോലും കൊടുക്കത്ത് പോലും ഇല്ല, തന്നെ അങ്ങോട്ട് കഴിക്കും. പിന്നെ എങ്ങനെയാ വയറ് കേടാകാതെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കാണ് നമ്മുടെ പവിത്ര പറഞ്ഞത്, ഇല്ല ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ലമ്മേ, ഇത് വേറെ എന്തിൻ്റെയോ അത് പിന്നെ എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനക പറഞ്ഞു, അതെ 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 ഇത് വേറെ എന്തിൻ്റെയാ. ഇപ്പൊ തന്നെ രാവിലെ ഒരു 5-6 തവണയായി ഓക്കാനോ ഛർദിയൊക്കെ ആയിട്ട്. ഇത് വേറെ എന്തിൻ്റെ തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഗർഭമാകാനാ ചാൻസ് കൂടുതൽ. ഗർഭമോ? അത് യുവക്കോ? അതെന്താ പവിത്ര കുഞ്ഞിന് ഗർഭം ഉണ്ടാകാൻ പാടില്ലേ? അപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, ശരിയാണല്ലോ, ഇനിയിപ്പോ അമിതമായ ഓക്കാനോ ഛർദിയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണമാകാനും ചാൻസ് ഉണ്ട്. എങ്കിൽ പിന്നെ മോഹിനി ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയാം. അപ്പൊ മോഹിനി പറഞ്ഞു, എന്നാ പിന്നെ പവിത്ര നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കാന്ന് പറയുമ്പോഴത്തേക്കും പവിത്ര പറഞ്ഞു, അയ്യോ അത് വേണ്ട, ഞാനും കനകമ്മയും കൂടെ പൊക്കോളാം. എന്തിനാ വെറുതെ ഈ വെയിൽ കൊണ്ടുകൊണ്ട് അമ്മ വരുന്നത്? അമ്മ ഇവിടെ നിന്നോ, അല്ലെങ്കിലും അമ്മയ്ക്ക് മുഖമൊക്കെ ചൊറിഞ്ഞ് തടിക്കത്തില്ലേ വെയിൽ കൊള്ളുമ്പം. ഞാനും കനകമ്മയും കൂടെ പൊക്കോളാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ് കേട്ടോ. എന്തായാലും കള്ളഗർഭമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും അല്ല പോകുന്നത്, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചു വരാനാണ്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിങ്കിനെയും ഗൗതമിനെയാണ്. അങ്ങനെ നമ്മുടെ ഗൗതം പറയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും, എന്താ ഗൗതം ഈ പറയുന്നത്, ഇത്ര പെട്ടെന്ന് പോകാനോ? ഗൗതമിന്റെ ഉദ്ദേശം എന്താ? എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഗൗതമിന്റെ മനസ്സിൽ നന്ദ തന്നെയാണോ ഉള്ളത് എന്നിങ്ങനെ പിങ്കി ചോദിച്ചപ്പോഴത്തേക്കും, പിങ്കി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? അവളുടെ ഒരക്ഷരവും എനിക്ക്, അവളുടെ പേരെന്ന വാക്ക് പോലും എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. നന്ദ കേട്ട് ഞാൻ മടുത്തു. എൻ്റെ കുഞ്ഞിനെയും കൊന്നിട്ട് അവൾ നടക്കുകയാണിപ്പം, അവൾക്കൊരു കുഞ്ഞുമായിട്ട്. അതൊന്നും എനിക്ക് സഹിക്കുന്നില്ല. എന്താ ഗൗതം ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും ഗൗതമിന്റെ മനസ്സിൽ നന്ദ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു വാക്ക് എന്നോട് വിളിച്ചു പറഞ്ഞോ ഈ ഡോക്ടർ നന്ദയാണെന്ന്? അത് അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല നന്ദ എൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ.
ആ ഒരു ഇത് എങ്ങനെയാ ഞാൻ അഭിമുഖീകരിച്ചതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിങ്കി. ഏതായാലും പിങ്കി, നമുക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. അപ്പം പിന്നെ ഗൗതം സാർ, സാറിന്റെ ട്രീറ്റ്മെന്റ്, അതെ മുറിവൊന്നും കരിഞ്ഞിട്ടില്ല. മുറിവൊന്നും കരിഞ്ഞിട്ടില്ലെങ്കിൽ സാരമില്ല, നമുക്ക് രണ്ടുപേർക്കും മാറി മാറി ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതിപ്പോ ഞാനാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അവിടം വരെ ഡ്രൈവ് ചെയ്ത് ഗൗതമിനെ കൊണ്ടുപോയിക്കോളാം. പക്ഷെ നമ്മുടെ മോന്റെ കാല് ഒന്നും വേണ്ട. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ സമനില തെറ്റി ആകെപ്പാടെ വിഷയമാകും. അതുകൊണ്ട് നമുക്ക് പോയേ പറ്റൂ. പിന്നെ ഈ പറയുന്നവള് വലിയ പത്രാസുകാരിയല്ലേ, അവള് വിശുദ്ധിയൊന്നും അല്ലല്ലോ. അവക്ക് വേണമെങ്കിൽ എന്നെ തേടി വരായിരുന്നുവല്ലോ. എന്നിട്ട് അവള് വന്നില്ല. അവൾക്ക് കുറ്റബോധമുണ്ട്, എന്റെ കുഞ്ഞിനെ കൊന്ന കുറ്റബോധം. എന്നിട്ട് അവളിപ്പം വേറൊരു കുഞ്ഞിന് ജന്മം നൽകിയേക്കുന്നു. അത് അവളുടെ കുഞ്ഞ് തന്നെയാണോ എന്ന് അറിയില്ലല്ലോ ഗൗതം. പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ സംശയിക്കുന്നത്? നീയാ സംശയിക്കുന്നത്, നിന്റെ വെറും സംശയം മാത്രമാണ്. അത് അവളുടെ കുഞ്ഞ് തന്നെയാ. അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനൊരു അച്ഛൻ കാണില്ലേ? അതാരാ ഗൗതം? അതാരാ? നിർമ്മല് തന്നെ. ഇത് കേട്ടോ നമ്മുടെ പിങ്കി ഞെട്ടിപ്പോയിട്ടോ. പിങ്കി പറഞ്ഞു, എന്താ ഗൗതം ഈ പറയുന്നത്? ഗൗതം അങ്ങനെ മനസ്സിൽ കരുതുന്ന പോലെ ഒന്നും അല്ലായിരിക്കാം. നന്ദ തന്നെ ഉള്ളത് കൊണ്ട് ചിലപ്പം ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് നമ്മൾ വളർത്തുന്ന പോലെ വളർത്തുന്നതാണെങ്കിലോ, ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാലോ, ദത്തുപുത്രിയൊന്നും അല്ലത്, അത് അവളുടെ സ്വന്തം കുഞ്ഞ് തന്നെയാ. അവള് പഠിച്ച കള്ളിയാ. ഏതായാലും നമുക്ക് പോയേ പറ്റൂ. പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവളുടെ മുമ്പിൽ എനിക്ക് തോക്കാൻ പാടില്ല. അവള് എന്നെ പറ്റിച്ച് വിവാഹം കഴിച്ചതിന് മുമ്പ് തന്നെ ഞാൻ അവളെ തോൽപ്പിച്ചെന്ന് അവൾ അറിയണം. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ നീ നാടകം കളിക്കണം. നീ എൻ്റെ ഭാര്യയായിട്ട്, സ്നേഹമുള്ള ഭാര്യയായിട്ട്, നമ്മൾ രണ്ടും സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് അവളുടെ മുമ്പിൽ അഭിനയിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു, അതെങ്ങനെയാ ഗൗതം സാർ ശരിയാകുന്നത്? അത് തെറ്റല്ലേ? തെറ്റ്, ഇത്രയും നാളും തെറ്റ് ശരി നോക്കിയാണോ നീ എല്ലാം ചെയ്തത്? അല്ല, അത് തെറ്റല്ല, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരൊരു ചെറിയ പ്ലാൻ ഉണ്ടാക്കുകയാണ്. നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ട് ഇങ്ങ് അഭിനയിച്ച് കളഞ്ഞേക്കാന്ന്. അപ്പൊ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദിവരം തറവാട് തന്നെയാണ്. അപ്പം അവിടെയാണെങ്കിൽ നമ്മുടെ ഗൗതമിന്റെ അച്ഛനും അരുണിന്റെ അച്ഛനും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പൊ മോഹിനി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ അവര് സംസാരിക്കുന്ന വേറൊന്നുമല്ല, അരുന്ധതി ഒരു പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. പുതിയ തറവാട്ടമ്മയായിട്ട് പിങ്കിനെ പ്രഖ്യാപിക്കാനും പിങ്കി എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കണമെന്നുമാണ് പറയുന്നത്. അപ്പം ആ ഒരു സീനാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മോഹിനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് കേട്ട ഉടനെ മോഹിനി പറഞ്ഞു, ഇനിയിപ്പം ലക്ഷ്മി അടുത്തേക്കും ഏട്ടനും ഒക്കെ വലിയ ആളാകാമല്ലോ. കാരണം പിങ്കിയുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോൾ നിങ്ങളായിരിക്കുമല്ലോ വലിയ ആൾക്കാരോ. ഏതായാലും ഭാഗ്യം ചെയ്തവര് തന്നെ. ദത്തുപുത്രൻ ഇനി എല്ലാ സ്വത്തും പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മോഹിനി വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട്. എന്നിട്ട് മോഹിനി വിളിച്ചിട്ട് മോഹിനി അല്ല, പവിത്ര വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് മോഹിനിയെ. അങ്ങനെ പവിത്ര പറയാണ്, അതെ അമ്മയെ ഞാൻ വിളിച്ചത്, ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. എന്ത് പറ്റി മോളെ? എന്താ ഡോക്ടർ പറഞ്ഞത്? അത് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് പിന്നെ ഞാൻ ഗർഭിണിയാണ്. ഇത് കേട്ടത് മോഹിനി ഞെട്ടിപ്പോയിട്ട്, മോഹിനി, ആണോ മോളെ? ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? ഈ വാർത്ത കേൾക്കാനല്ല ഞാൻ ഇത്രയും നാൾ കാതോർത്തിരുന്നത്. ഏതായാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. എൻ്റെ ഈശ്വര, എൻ്റെ ഭഗവാനെ, 1000 നന്ദി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഈ വിവരം അവരോട് പറയാണ്. ഇത് കേട്ടോണ്ടേ നമ്മുടെ ഗൗതമിന്റെ അച്ഛനും അരുണിന്റെ അച്ഛനൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം ഒരു കുഞ്ഞിക്കാല് വരാൻ പോവുകയാണല്ലോ ഇന്ദിവരം തറവാട്ടിൽ. അപ്പൊ നമ്മുടെ മോഹിനിക്ക് ഒരു അഹങ്കാരവും കൂടെ കയറുകയാണ്. ഏതായാലും ഇനി ഇന്ദിവരം തറവാട്ടിൽ ഒരു അവകാശം ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ദത്തുപുത്രനെ പോലെ അല്ലല്ലോ ഇത്, സ്വന്തം ബ്ലഡില് നമ്മുടെ ഇന്ദിവരം തറവാട്ടില് ഒരു കുഞ്ഞുണ്ടാകുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പവറും ഘമയും ഒക്കെയാണ് ഉള്ളത്. ഈ സമയത്ത് തന്നെ നമ്മുടെ പവിത്ര വരുന്നുണ്ട്. പവിത്ര വന്നിട്ട് വീട്ടിലേക്ക്, ഇന്ദിവരം തറവാട്ടിലേക്ക് വന്നിട്ട് എല്ലാവരോടും ഈ വിശേഷം പറയുന്നു. മോഹിനി മധുരം കൊടുക്കുന്നതിന്റെ ഇടയിൽ മോഹിനി പറഞ്ഞു, അരുണിനെ വിളിച്ച് മോള് പറയണമെന്ന് പറഞ്ഞപ്പോ, അയ്യോ ഇല്ലമ്മ, ഇപ്പൊ അരുണേട്ടനെ വിളിച്ച് പറയണ്ട, അരുണേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് സർപ്രൈസ് ആയിട്ട് അരുണേട്ടൻ ഇവിടെ ഉള്ളപ്പോ പറഞ്ഞാൽ മതി, എനിക്ക് മുഖത്ത് നോക്കി പറയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. അപ്പൊ ഏതായാലും ഈ കള്ളക്കളി എവിടെ വരെ പോകുന്ന അറിയില്ല. നമ്മുടെ കനകയാണല്ലോ ഇതിനെല്ലാത്തിന്റെയും മൂല കാരണം എന്ന് പറയുന്നത്. ഇതിന്റെ എന്താ പറയാ, കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് നമ്മുടെ കനക ആയതുകൊണ്ട് തന്നെ കനക പവിത്രനെ പറ്റിക്കാൻ വേണ്ടിയും പവിത്രനെ എല്ലാവരുടെയും മുമ്പിൽ അപമാനിക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പകുതി കൊണ്ട് ഫ്ലോപ്പ് ആയി പോകും. നമ്മുടെ പവിത്ര വീണ്ടും അവിടെ കള്ളിയാകും. പക്ഷെ ഇത് പവിത്രയ്ക്ക് അറിയില്ല. പവിത്ര ഓർത്തിരിക്കുന്നത് ഒരു പൊട്ടി തന്നെയാണല്ലോ. സത്യം പറഞ്ഞാൽ പവിത്രന് ഒരു പൊട്ടിയായ ഒരു ക്യാരക്ടർ ആയിട്ടാണല്ലോ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
നന്ദുമോന് ഗൗരീനെ വിളിക്കുകയാണ്. അപ്പൊ ഗൗരീനെ വിളിക്കുമ്പോഴത്തേക്കും നന്ദയാണ് ഫോൺ എടുക്കുന്നത്. അപ്പൊ എന്താ മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോ പോവാണെന്നോ, അതിന് മോന്റെ അച്ഛന് ഭേദമായില്ലല്ലോ, അത് പിന്നെ എനിക്ക് അറിയില്ല, അമ്മയും പപ്പായും കൂടെ പറയുന്നത് ഞാൻ കേട്ടു, ഇവിടുന്ന് പോവാന്നാ പറയുന്നത്. പ്ലീസ് ഡോക്ടർ ആന്റി വന്നിട്ട് അവരോട് സംസാരിക്കാം, ഞാൻ പറയുന്നത് കേട്ടാൽ അവരിവിടുന്ന് പോകും, അവര് ഒരിക്കലും ഞാൻ പറയുന്നതിന് ശരിവെച്ച് തരില്ല, ഞാൻ കുട്ടിയല്ലേ എന്നോർത്ത് അവരെന്നെ ഒഴിവാക്കും, എന്നെ എല്ലാവരും പൊട്ടക്കാലാന്നാ വിളിക്കുന്നത്, എന്നെ പൊട്ടക്കാലാന്ന് വിളിച്ച ഒരേ ഒരു ആള് ആന്റി മാത്രമേ ഉള്ളൂ, വിളിക്കാത്ത ഒരേ ഒരാൾ ആന്റി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഡോക്ടർമാരും എന്റെ പൊട്ടക്കാലാണ്, ഇതിന് ശരിയാവില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആന്റി എനിക്ക് വാക്ക് തന്നതല്ലേ എന്റെ പൊട്ടക്കാല് ശരിയാക്കി തരാന്ന്, മോൻ സങ്കടപ്പെടേണ്ട, മോന്റെ കാല് ആന്റി ശരിയാക്കി തന്നിരിക്കും, ഏതായാലും ഇപ്പൊ ആന്റി അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് കേട്ടോ. അപ്പൊ ഇവര് ഓരോ എല്ലാം ഇങ്ങനെ പാക്കിംഗ് സെക്ഷൻ ആണ്, അപ്പൊ പാക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗൗതമും പിങ്കിയും ഒക്കെ ചേർന്ന്. അപ്പൊ അവിടെ മാറി നന്ദൂട്ടൻ ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദ എത്തുകയാണ് കേട്ടോ. അപ്പൊ നന്ദ എത്തിക്കഴിയുമ്പോഴത്തേക്കും നന്ദേനെ നമ്മുടെ ഗൗതം കാണുകയും ആ ഒരു സമയത്ത് പിങ്കി അവിടെ നിന്നപ്പോ പിങ്കിനെ ചേർത്ത് പിടിച്ച് എന്താ പറയാ, എൻ്റെ ഈ ഷർട്ടിന്റെ ബട്ടൺസ് ഒന്ന് ഇട്ട് തരാൻ പറയും. അപ്പൊ കൂടുതൽ അങ്ങ് മിങ്കിളാകുന്നുണ്ട്, അവര് ഭാര്യയും ഭർത്താവും ആണ്, അവര് ഇഴുകി ചേർന്ന് ജീവിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗൗതം അങ്ങനെ ചെയ്യുന്നത്. ഏതായാലും നന്ദ ഇത് കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നന്ദയ്ക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്താണ്. ഇപ്പം നന്ദ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ പിങ്കി നമ്മുടെ ഗൗതമിന്റെ ബട്ടൺസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നതിനിടയിൽ ഭർത്താവ് ഭാര്യനെ പുകഴ്ത്തുന്നു. അങ്ങനെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താ ഗൗതത്തിന് പറ്റിയതെന്ന് ഇങ്ങനെ പിങ്കി ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണല്ലോ, ഏതായാലും ഒരു ഭർത്താവിന്റെ ദാസ് തന്നെയാണല്ലോ ഭാര്യ എന്ന് പറയുന്നത്, വേലക്കാരിയാണല്ലോ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഇത് ഫെമിനിസ്റ്റുകളും എല്ലാം കേട്ടാൽ വലിയ പ്രശ്നമാവട്ടോ എന്ന് പറയുമ്പോ എന്ത് ഫെമിനിസ്റ്റ് ആണേലും ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അങ്ങനെ ദാസിയാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ ഇതിലിരിക്കുന്നത്, ഏതായാലും ഈ ബട്ടൺസ് ഇട്ടതാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കൊഞ്ചു കുഴയാണ്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ പിങ്കി കാണുകയാണ് നന്ദ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നന്ദേനെ കണ്ടതും ഇതാരും നന്ദയോ, നന്ദ കയറി വാ, നന്ദ എന്താ അവിടെ നിന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയും ഭർത്താക്കന്മാർക്കും ഇടയിൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നതാന്ന് പറയാ. അങ്ങനെ പിങ്കി പറഞ്ഞു അത് പിന്നെ ഗൗതം നമ്മൾ കൊടുക്കാനിരുന്ന ആ ചെക്കിങ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗൗതം ചെക്ക് എടുത്തിട്ട് പിങ്കിയുടെ കൈ കൊടുത്തപ്പോൾ പിങ്കി പറയാതെ ഞാൻ കൊടുക്കണില്ല, ഗൗതം തന്നെ അങ്ങ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നന്ദ ചോദിക്കും ഇത് എന്താന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ക്യാഷാണ്, ഈ ചെക്ക് അറിയാൻ മതി, എന്നെ ട്രീറ്റ്മെന്റ് ചെയ്താണല്ലോ, അപ്പൊ ഒരു ഡോക്ടർക്ക് ഞാൻ പൈസ കൊടുക്കണമല്ലോ, ആരെന്നെ ട്രീറ്റ്മെന്റ് നടത്തിയാലും പൈസ കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് ആ ഒരു പൈസയാണ് ഇതിങ്ങനെ വെച്ച് നീട്ടുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ നന്ദയുടെ ചങ്ക് തകരാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന. പേരുകൾ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പൊ നെക്സ്റ്റ് വിശേഷം നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും പ്രേമവിശേഷമാണ്, അത് ഉച്ചയ്ക്ക് കാണാട്ടോ, അതുമായിട്ട് വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.